ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ താമസിച്ചാണ് എഴുന്നേറ്റ്. ഇന്ന് മീനോട്ടന് അവധി ആയതുകൊണ്ട് താമസിച്ച് എഴുന്നേറ്റാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ എന്നും നേരത്തെ എഴുന്നേറ്റ് ഇവിടെ എന്തോ മേളാങ്കമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് നന്നായി ഏതൊക്കെയല്ലേ അവധിയല്ലേ, അപ്പോൾ താമസിച്ച് എഴുന്നേക്കാൻ ഓർത്തു. താമസിച്ച് എഴുന്നേറ്റ് ദേഹം കഴുകി, തല കഴുകിയില്ല, അമ്പലത്തിൽ പോകണ്ടാത്തതുകൊണ്ട് തലയൊന്നും കഴുകിയില്ല. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ചു. പിന്നെ മീനോട്ടൻ്റെ കോഫി കൊണ്ട് കൊടുത്തു. അതിനുശേഷം ഇന്ന് നമുക്ക് പുട്ടുണ്ടാക്കാൻ ഓർത്തു. പുട്ടും പഴവും. കടല ഞാൻ വെള്ളത്തിലിടാൻ മറന്നുപോയി കഴിച്ചു. ഇന്നലെ ഇടണമെന്നൊക്കെ ഓർത്താൽ, പക്ഷെ ഞാൻ വിട്ടുപോയി. അപ്പം നല്ല പൊൻകതിറിൻ്റെ പുട്ടാണ്, നല്ല പുലുപുലുപുലാന്നുള്ള പുട്ടാണ്, നല്ല സൂപ്പർ. ആ പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു തേങ്ങയൊക്കെ പൊടിച്ച്, തേങ്ങ പൊതിക്കാനൊക്കെ പെട്ട പാടെ എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ, നിങ്ങൾ എന്നെ കളിയാക്കിച്ചിരിക്കും. അപ്പോൾ ഈ തേങ്ങ പൊട്ടിക്കുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഇച്ചിരി പാടാം. അങ്ങനെ ഞാൻ തേങ്ങ പൊട്ടിച്ചു. ആ വെള്ളവും ഞാൻ മാറ്റി വെച്ചു. ആ വെള്ളം അതെന്തിനാണെന്ന് ഞാൻ പറയാമേ. കൈയോടെ തന്നെ ഞാൻ കത്തിയൊക്കെ മാറ്റി വെച്ചു. ഞാൻ അത് കൈ തട്ടി വീണ് കാലിലെങ്ങനെ വീണ് അടുത്ത പണി കിട്ടണ്ടെന്ന് ഓർത്ത് അത് മാറ്റി അങ്ങ് വെച്ച ശേഷം ഞാൻ തേങ്ങ മുഴുവനും അങ്ങ് തിരുമ്മി കേട്ടോ. പിന്നെ അത് തിരുമ്മി വയ്ക്കുവാണെങ്കിൽ എനിക്ക് ഒരാഴ്ചത്തേക്ക് ആ തേങ്ങ കാണും. എല്ലാവരും ഓർക്കും ഞാൻ ഒരുപാട് തേങ്ങയും എണ്ണയും എല്ലാം ഉപയോഗിക്കുന്നത്. ഇല്ല, എല്ലാം അത്യാവശ്യം മാത്രം കേട്ടോ. ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ചാൽ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് കാണും. ഇപ്പോൾ ഈ തേങ്ങ ഞാൻ പുട്ടിനും എടുക്കും, പിന്നെ മീൻ പറ്റിക്കാൻ എടുക്കണം. ഇന്ന് മീൻ പറ്റിക്കുന്നുണ്ട്, അതിനും എടുക്കണം. പിന്നെ വൈകിട്ട് അപ്പത്തിന് ഇട്ടിട്ടുണ്ട്. ആ അപ്പത്തിന് അരി അരയ്ക്കുമ്പോൾ ഞാൻ തേങ്ങയും കൂടെ ചേർത്ത് അരയ്ക്കുക, അതിനും കൂടെ എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഏറെ തേങ്ങ ഞാൻ കുറച്ച് പുട്ടിനിട്ട്. പുട്ടിന് തേങ്ങയൊക്കെ എനിക്ക് കൊള്ളത്തില്ലല്ലോ, പക്ഷെ മീൻ മൂന്ന് പുട്ടിന് തേങ്ങ വേണ്ട. അതാണ് ഇവിടുത്തെ ഒരു രീതി. അതിന് പകരം അവർക്ക് ഞാൻ പഞ്ചസാര ഇട്ട്, എനിക്ക് എടുത്തതിൻ്റെ ബാക്കിയിലുള്ളവരോട്ട് പഞ്ചസാരയും കൂടി ഇട്ട് അവർക്ക് അങ്ങനെ പുട്ടുണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ആ തേങ്ങാ വെള്ളം തന്നെ ഉണ്ട്, ഞാനൊരു ടിഫിൻ ബോക്സിലാക്കി കുറച്ച് പഞ്ചസാര ഇട്ട് അത് കലയ്ക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അപ്പത്തിന് ഒഴിച്ചാൽ മതി. അരയ്ക്കാൻ നേരത്തെ വെള്ളത്തിന് പകരം ഈ തേങ്ങ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അപ്പം നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഒരു കള്ളൊക്കെ ഒഴിച്ചിട്ടുള്ള അത്രയും ഫീല് കിട്ടത്തില്ലെങ്കിൽ ഏകദേശമൊക്കെ അതിൻ്റെ അടുത്തൊക്കെ എത്തും. ഇപ്പോൾ കള്ളില്ലെങ്കിൽ അതിന് പകരം ഇങ്ങനെ നിങ്ങളിങ്ങനെ ഒന്ന് ഒഴിച്ച് നോക്കണം, നല്ല സ്മൂത്ത് അപ്പം ആയിരിക്കും കേട്ടോ. അങ്ങനെ അതും ഞാൻ അവിടെ സെറ്റാക്കി വെച്ചു. പിന്നെ എൻ്റെ ചെടിക്കൊക്കെ ഞാൻ കുറച്ച് വെള്ളമെല്ലാം കൂടെ ഒഴിച്ചു. അങ്ങനെ പുട്ട് റെഡിയായപ്പോൾ ഞാൻ പുറകിൽ നിന്നൊരു കുത്ത് കൊടുത്ത പുട്ടാണ്. നല്ല സൂപ്പർ പുട്ട്, നല്ല അടിപൊളി പുട്ട്, നല്ല ടേസ്റ്റ് പുട്ട്. എന്തൊരു നല്ല മണമൊക്കെയാണെന്നറിയാവോ. എനിക്ക് പുട്ട് ഇഷ്ടമാണ് കേട്ടോ. പഴവും കൂട്ടി, എനിക്ക് കടലക്കറിയൊക്കെ ഇഷ്ടം പഴവും കൂട്ടി കഴിക്കുന്നത്. മീനും കൂടെ എന്നാണ്ടൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ മീനുവിൻ്റെ പുട്ടിനൊരു ചരിവുണ്ട്. അത് വികലാംഗ പുട്ടാണ് ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ മീനുവിനെ വിളിച്ചപ്പോൾ മീനും അവിടെ പഠിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ആ പഠിക്കുന്നത് അത്രയും തീർത്തിട്ട് വന്ന് കഴിച്ചോളാം, എന്നോട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പച്ചപ്പഴമാണേ, റോബസ്റ്റ എന്നൊക്കെ പറയും. നിങ്ങളുടെ ഇവിടെ ഇനി എന്തുവാ പറയുന്നത് നടത്തില്ല, ഞങ്ങളുടെ ഇവിടെ റോബസ്റ്റ എന്നതിന് പറയുക. മറ്റേ ആ പഴം സാധാരണ ഉള്ള ആ പഴമില്ല, അത് ഞാനിപ്പോൾ കുറച്ച് നാളെ കൊണ്ട് നിർത്തി. അങ്ങനെ മീനുണ്ട് വാട്ടർ ബോട്ടിലിൽ കുറച്ച് വെള്ളവും കുടിച്ചു, അതിനോട് തന്നെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ അരിയും കൂടെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള ടൈമായി. അപ്പോഴത്തേക്ക് അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചു. മീൻ വെട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ മീൻ അങ്ങ് അരച്ച് വെച്ചു. അഥവാ ഇനി കറണ്ട് പോവുകയാണെങ്കിൽ വലിയ വെത്തപ്പാടം. പുറത്ത് നല്ല അടിപൊളി മഴയാണ്, നല്ല സൂപ്പർ കോരിട്ട് ചൊരിയുന്ന മഴ. അതാ മഴ തന്നെ. നല്ല എൻ്റെ കറിവേപ്പില ഉണ്ടായിരുന്നു ഗീസ്, അതെൻ്റെ സ്വന്തം കറിവേപ്പിലയാണ്. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോകും, കറണ്ട് വരും. ഇത് തന്നെയാണ് പരിപാടി. അപ്പോൾ കുറേ പാത്രമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടെ കഴുകി വെച്ചിട്ട് നമുക്ക് മീൻ വെട്ടാമെന്ന് പറഞ്ഞു. കാരണം പുറത്തിരുന്ന് വെട്ടാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മഴയാണ്. അപ്പോൾ അകത്തുനിന്ന് തന്നെ വെട്ടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അവിടെ കിടന്ന പാത്രമെല്ലാം കഴുകി. പിന്നെ മീൻ പറ്റിക്കുന്നത് എങ്ങനെയാണെന്നറിയാമല്ലോ, കുറച്ച് കൊച്ചുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് തേങ്ങ എല്ലാം കൂടെ, ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടിയല്ല, മറ്റേ മല്ലിപ്പൊടി, ഇത്രയും കൂടെ ഒന്ന് ചതച്ച് വെച്ചാൽ മതി കേട്ടോ. അത് മീൻ പറ്റിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ പൊന്നോ ഇന്ന് ചൂടയാണ്, അതുകൊണ്ട് കുറച്ച് താമസിക്കും വെട്ടാൻ. ഞാനപ്പം കുറേ ഇരുന്നും കിടന്നും എല്ലാം അങ്ങ് ഒരു 1.5 മണിക്കൂർ കൊണ്ടാണ് എൻ്റെ പൊന്നോ ഈ മീൻ വെട്ടിയെടുത്തത്. ചൂട എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ വെട്ടാൻ വലിയ പാടാണ്, കുറേ താമസമാണ്. കുഞ്ഞ ചൂടയായിരുന്നു, കുനുകുനാ ചൂട, വലിയ ചൂടയല്ല കേട്ടോ. ഇപ്പോൾ ചൂട സീസണാണ് തോന്നുന്നു കേട്ടോ. നിന്ന് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് വെട്ടി കേസ്. കാരണം എന്നെക്കൊണ്ട് ഈ ഹിന്ദുവാൻ നിൽക്കാൻ വയ്യ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വെട്ടിക്കഴിയുമ്പോൾ പിന്നെ ഞാൻ എഴുന്നേറ്റ് നിന്ന് വെട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം വെട്ടി ഞാൻ പിന്നെ തേച്ച് കഴുകി. എന്നിട്ട് മഴ പുറത്ത് നല്ല അടിപൊളി മഴയാണ് കേട്ടോ. നിങ്ങളുടെ ഇവിടേക്ക് ഇന്ന് മഴയുണ്ടോ? ഇല്ല, ഞങ്ങളുടെ നാട്ടിൽ മാത്രമാണോ മഴ? അത് പിന്നെ മഴക്കാലമായ ഒരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ സ്വന്തം കറിവേപ്പിലയിൽ നിന്ന് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു. അങ്ങനെയല്ല, അവനോൻ നട്ട് വളർത്തിയ കറിവേപ്പിലയിൽ നിന്ന് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നുള്ളി എടുക്കുമ്പോൾ ഒരു സുഖമല്ലയോ. എനിക്കത് കറിവേപ്പിലയും മാത്രമേ കിട്ടാറുള്ളൂ, കാരണം എനിക്ക് കറിവേപ്പില മാത്രമേ ഉള്ളൂ. അത് ഞാൻ നല്ല കുഞ്ഞു പോലും നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നും അതിനെ നന്നായിട്ട് നോക്കും. മീനുവിനൊക്കെ നന്നിട്ട് നോക്കുന്ന മീൻ പറയുന്നത്. അങ്ങനെ ഞാൻ അരപ്പെല്ലാം കൂടെ കുറച്ച് മീൻ ഞാൻ വറക്കാനെടുത്തേ.
ചൂട വറക്കുന്നത് എനിക്കിഷ്ടം. ചൂട വറക്കുന്നതിന് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. അതെന്താണെന്ന് ഞാൻ പറയാമേ. അങ്ങനെ മാങ്ങ ഇട്ട് പറ്റിച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റായിരുന്നു. പക്ഷെ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുളിയാണ് എടുത്തത്. അങ്ങനെ പുളി നല്ല വൃത്തിക്ക് കഴുകി ഞാൻ ചൂടമീൻ്റെ അകത്തോട്ടിട്ട് അരപ്പോ വിട്ട് കുറച്ചല്ല ഏറെ കറിവേപ്പില, നമുക്ക് ഇഷ്ടംപോലെ കറിവേപ്പില ഉള്ളപ്പോൾ നമ്മളെന്തിനാ പിശുക്ക് കാണിക്കുന്നത്? കറിവേപ്പിലയുടെ ടേസ്റ്റ് നല്ല ഇല്ലയോ? അങ്ങനെ ഞാൻ കുറേ കറിവേപ്പില ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് അങ്ങനെ നമ്മൾ മിക്സി കഴുകിയ ജാറില്ലയോ, ജാറ് കഴുകിയ വെള്ളമില്ലയോ, അതും കൂടെ എടുത്ത് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് തത്തിപ്പൊത്തി ഞാൻ വെച്ചു. എന്തൊക്കെയാണ് ഞാൻ പറയുന്നതല്ലയോ. അത് അടുപ്പത്ത് വെച്ച ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ വറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ ആ പ്രത്യേക ടേസ്റ്റ് കൂട്ടാനുള്ള സാധനമാണ് കൊച്ചുള്ളി മാത്രമാണ് ഗൈസ്. അല്ലാതെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കൂടെ അരക്കില്ല, ടേസ്റ്റ് വേറെ ആയിപ്പോൾ. ഇത് കുഞ്ഞുള്ളി മാത്രം ഒന്ന് അരച്ച് ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് വറുത്താലുണ്ടല്ലോ എന്താ ടേസ്റ്റ്. അതിന് കുറേ കറിവേപ്പില ഇടണം. കറിവേപ്പിലയ്ക്ക് ക്ഷാമമില്ലല്ലോ നമുക്ക്. കറിവേപ്പില കിടക്കട്ടെ, ആവശ്യത്തിന് കിടക്കട്ടെ. മീൻ പറയുന്നുണ്ട് ഇത് മുഴുവൻ പിറക്കി ഇന്ന് ഞാൻ മടുക്കുമെന്ന്. എന്നാലും വേണ്ടില്ല. അങ്ങനെ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ വറുത്തെടുക്കണേ. വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുത്താലേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ മീൻകറിയൊക്കെ വെളിച്ചെണ്ണയ്ക്കകത്ത് വെക്കുന്ന ടേസ്റ്റ് അല്ലയോ? അതെനിക്ക് മാത്രം തോന്നിയതാണോ? നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ? അപ്പോൾ വീണ്ടും ഞാൻ കറിവേപ്പില ഇട്ട് കണ്ടു. അഹങ്കാരമാണെന്ന് ഓർക്കല്ലേ, കറിവേപ്പില ഏറെ ഉള്ളതുകൊണ്ടാണെന്ന് ഓർക്കല്ലേ. ഞാൻ ഒടിച്ചപ്പോൾ കുറച്ച് ഏറെ ആയിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ ഇരിക്കട്ടെ എന്ന് ഓർത്തു. അങ്ങനെ അതും കൂടെ ഞാൻ അവിടെ വെച്ചിട്ട് അരി അടച്ചിട്ടു. അപ്പോഴത്തേക്ക് അരി വെന്തായിരുന്നേ. അരി അടച്ചിട്ട് അവിടെ അത് സെറ്റായി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴയുണ്ട്. ഇന്ന് മുഴുവൻ ഇവിടെ മഴയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ അവിടെ സെറ്റായി. ഒന്ന് കറക്കിയൊക്കെ ഞാൻ വെച്ചു. അതിട്ട് നമ്മൾ സ്പൂണിട്ടൊന്ന് ഇളക്കരുത്, ഇളക്കി അത് പൊടിഞ്ഞു പോകും കേട്ടോ. ചിലവരുണ്ട് ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് സ്പൂണിട്ടങ്ങ് ഇളക്കുമ്പോൾ അത് പൊടിഞ്ഞു പോയാൽ പിന്നെ അതിന് ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. കറി ഞാൻ വെച്ചോണ്ടല്ല, സെറ്റ് കറിയായിരുന്നു. അങ്ങനെ മീനും ഓക്കെ ആയി. കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് ഇതെല്ലാം ആസ്വദിക്കുകയാണ്. കണ്ടോ സെറ്റായില്ലയോ? അത് നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നേ, അത് മിസ്സായിപ്പോയതാണ്. പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് വേണം ഇതങ്ങ് ഇറക്കാൻ. അങ്ങനെ എല്ലാം റെഡിയായി. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് ഇന്ന് ചീരയാണ് നിങ്ങൾ ഓർക്കല്ലേ. എന്നാൽ മീൻ പിറക്കി മടുക്കും. അങ്ങനെ അതും കൂടെ സെറ്റാക്കിയിട്ട് മഴ തോർന്നില്ല. പുറത്ത് നല്ല മഴയാണ്. നല്ല ചൂട് ചോറും കൂട്ടി കഴിക്കാൻ എന്താ ടേസ്റ്റ് അല്ലേ. ഇത്രയും വെച്ചപ്പോൾ തന്നെ 1 മണിയായി ഗൈസ്. അതുകൊണ്ട് വേറെ കറികൾ ചാറൊന്നും വെക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഈ ഒരു കറി പോരെ നല്ല ആവശ്യമായിട്ട് നമുക്ക് കഴിക്കാനായിട്ടല്ലയോ. എനിക്ക് മതി. ചിലവർക്ക് ചാറൊക്കെ വേണമായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. സമയം ഉണ്ടെങ്കിൽ ഒരു മോരും കൂടെ കാച്ചി അടിപൊളിയാണ്. പക്ഷെ സമയമില്ല, വിശന്നിട്ട് വയ്യ. അങ്ങനെ സെറ്റായിട്ട് ഞാൻ ചോറിന് വേണം. നിങ്ങളെല്ലാം ഉച്ചയ്ക്ക് ഉണ്ടോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മുഹറമല്ല, എല്ലാവർക്കും മുഹറം ആശംസകൾ കേട്ടോ. അതാദ്യം പറയേണ്ടതാണ്, തെറ്റി ഓർത്തില്ല. ഈ തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ് ഗൈസ്. എന്നാൽ ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.